അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഫൈനൽ ഔട്ട്കം ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ നേഷൻ വാല്യൂഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് ഒരു കൺട്രിയുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിന്റെയും ഫൈനൽ ഔട്ട്കം അത് നമ്മൾ വാല്യൂ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയിലാണ്. ഓക്കെ, അതാണ് നാഷണൽ ഇൻകത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാക്രോ എക്കണോമിക് വേരിയബിൾ. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് വേരിയബിൾ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഡിറ്റർമിൻസ് ദ ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഇതിന്റെ ഈ നാഷണൽ ഇൻകത്തിന്റെ നാഷണൽ ഇൻകം എന്ത് ചെയ്യുന്നു? അതായത് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഡിറ്റർമിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാം? അതായത് നാഷണൽ ഇൻകത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏതിലും ചേഞ്ച് ഉണ്ടാക്കും? ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഡിമാൻഡിലും അതുപോലെ തന്നെ ബിസിനസ് പ്രോസ്പെക്ട്സിലും എന്തുണ്ടാക്കും? ചേഞ്ച് ഉണ്ടാക്കും. അതാണ് നാഷണൽ ഇൻകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് എക്കോണമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ക്ലോസ്ഡ് എക്കോണമി, അതുപോലെ തന്നെ എന്താണ് ഓപ്പൺ എക്കോണമി. അപ്പോൾ എന്താണ് ക്ലോസ്ഡ് എക്കോണമി? അതായത് ഒരു കൺട്രിയിലെ എക്കോണമി ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിൽ ആ കൺട്രിക്ക് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആയിട്ട് വേറെ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അതായത് വേറെ എക്കണോമിക് ട്രാൻസാക്ഷൻസ് ബാക്കിയുള്ള കൺട്രികളായിട്ടോ വേറെ ആരുമായിട്ടോ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ എക്കോണമി എന്ന് പറയുമ്പോൾ അതിന്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ബാക്കിയുള്ള കൺട്രികളായിട്ട് എന്തുണ്ടായിരിക്കും? ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എക്സ്പോർട്സ് കൂടുതലായിരിക്കും, ഇമ്പോർട്ട്സ് കുറവായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നാഷണൽ ഇൻകം കൺസെപ്റ്റ്സിനെ കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ GNP എന്ന് പറയും. അപ്പോൾ ഈ GNP ആണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. അതിനാണ് GNP എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു പീരീഡ്, അത് യൂഷ്വലി ഒരു വർഷമായിരിക്കും. ആ പീരീഡിൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. അതായത് എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ വാല്യൂ, അതിനാണ് എന്ത് പറയുന്നത്? GNP എന്ന് പറയുന്നത്. പ്ലസ് ഇൻകംസ് ഏൺഡ് അബ്രോഡ് ബൈ ദ നാഷണൽസ് മൈനസ് ഇൻകംസ് ഏൺഡ് ലോക്കലി ബൈ ദ ഫോറിനേഴ്സ്. അതായത് ഇപ്പൊ നമ്മുടെ കുറെ ഇന്ത്യക്കാർ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കുറെ ഫോറിനേഴ്സും ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതായത് പുറത്ത് പോയി നമ്മൾ ഇന്ത്യക്കാർ ജോലി ചെയ്യണതിന്റെ ഇൻകം നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ലോക്കലി ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറിനേഴ്സിന്റെ ഇൻകം മൈനസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും GNPയുടെ? അതായത് GNP is equal to value of all goods and services plus income earned by the nationals abroad minus income earned locally by the foreigners. ഓക്കെ, ഇതാണ് GNPയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ് GNI എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ GNPയും GNIയും ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൊസീജിയറൽ നേച്ചറാണ്. അതായത് GNPയിൽ നമ്മൾ എസ്റ്റിമേഷൻ നടത്തുന്നത് പ്രൊഡക്റ്റ് ഫ്ലോസിന്റെ ബേസിസിലായിരിക്കും. GNIയിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബേസിസ് ഓഫ് മണി ഇൻകം ആയിരിക്കും. മണി ഇൻകം ഫ്ലോസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ GNI നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ GNI എന്ന് ഉദ്ദേശിക്കുന്നത് അതിലിപ്പോൾ വേജസ് വരാം, പ്രോഫിറ്റ് വരാം, റെന്റ് വരാം, ഇൻട്രസ്റ്റ് വരാം. മറ്റൊരു ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് ഫ്ലോസ്, അതായത് എക്സ്പോർട്സിന്റെയും ഇമ്പോർട്ട്സിന്റെയും ആ ഒരു വാല്യൂ മാത്രമാണ് GNPയിൽ വരുന്നുള്ളൂ. GNIയിൽ വരുമ്പോൾ മണി ഇൻകം ഫ്ലോസിന്റെ ബേസിസിലായിരിക്കും അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ഇൻ ദ ഡൊമസ്റ്റിക് എക്കോണമി ഡ്യൂറിങ് എ പീരീഡ് ഓഫ് 1 year. അതുപോലെ തന്നെ പ്ലസ് ഇൻകം ഏൺഡ് ലോക്കലി ബൈ ഫോറിനേഴ്സ് മൈനസ് ഇൻകം ഏൺഡ് ബൈ അബ്രോഡ് ബൈ ദ നേഷണൽസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിക്ക് എന്താണ് മാർക്കറ്റ് വാല്യൂ? നമ്മൾ നേരത്തെ പറഞ്ഞത് ടോട്ടൽ വാല്യൂ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ടോട്ടൽ വാല്യൂ ആണ് GNPയിൽ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെയ്തത് GNPയിൽ ചെയ്തത് എന്തായിരുന്നു? അതായത് അബ്രോഡിലുള്ള നമ്മുടെ നാഷണൽസിന്റെ ഇൻകം കൂട്ടുകയും അതുപോലെ തന്നെ ഫോറിനേഴ്സിന്റെ ഇൻകം കുറയ്ക്കുകയും ചെയ്തത്. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത് ചെയ്യുന്നത്? ഫോറിനേഴ്സിന്റെ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അതുപോലെ തന്നെ അബ്രോഡിലുള്ള നാഷണൽസിന്റെ ഇൻകം നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്ത് വരും? മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലസ് ഇൻകം ഏൺഡ് ലോക്കലി ബൈ ഫോറിനേഴ്സ് മൈനസ് ഇൻകം
ഏൺഡ് ബൈ നാഷണൽസ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ GNPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് NNP കിട്ടും, അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്യാപിറ്റലാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ GNPയിൽ നിന്ന് നമുക്ക് ഈ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ NNP കിട്ടും. ഇനി നമുക്ക് NNP ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നമ്മുടെ ഇൻകം ആയിട്ട് വരുന്നത്. കാരണം വെച്ചാൽ NNP ഇസ് ദ സെയിം ആസ് എ നാഷണൽ ഇൻകം അറ്റ് ഫാക്ടറി കോസ്റ്റ്. കാരണം വെച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ GNPയിൽ എന്ത് ചെയ്യുന്നില്ല, ടോട്ടൽ ഗുഡ്സും സർവീസും അത് എടുക്കുന്നുള്ളൂ, വാല്യൂ ടോട്ടൽ ഗുഡ്സും സർവീസും അത് എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൈനസ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും NNP ആണ് ശരിക്കും നാഷണൽ ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ NNPയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതായത് ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് NNP is measured at market prices including direct taxes. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നാഷണൽ ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത്? NNP അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നാഷണൽ ഇൻകം കിട്ടും. ഓക്കെ, അതാണ് NNP. അടുത്തെന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകം, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം ആണ്. പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്യുന്ന ഇൻകം, അതായത് ഇപ്പോൾ വേജസ് ആയിരിക്കാം, സാലറി ആയിരിക്കാം, റെന്റ് ആയിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം, ഏതൊക്കെ വഴിയിൽ ഒരു ഇൻഡിവിജ്വൽസ് ഏൺ ചെയ്യുന്നോ അതൊക്കെ പേഴ്സണൽ ഇൻകം ആയിട്ട് മാറും. ഈ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അങ്ങേരെ അടയ്ക്കുന്ന ടാക്സ്, ഇൻകം ടാക്സ് മൈനസ് ചെയ്തിട്ട് വരുന്നുള്ള പേഴ്സണൽ ഇൻകം ആണ് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ.